ഗുഡ് ഈവനിങ് ആൾ. നേഴ്സ് സക്സസ് ബാങ്ക് കരിയർ പോയിന്റ് മറ്റൊരു റിവ്യൂ സെക്ഷനിലേക്ക് ഏവരെയും ഭാഗമായി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ DME, DHS, JPHN ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് എക്സാമിനെ തയ്യാറെടുക്കുന്നവരെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ കഴിഞ്ഞ കുറേ ദിവസത്തെ ഉദ്യോഗാർത്ഥികളുടെ അഭ്യർത്ഥന പ്രകാരം നേഴ്സ് സക്സസ് മാജിക് കരിയർ പോയിന്റ് കഴിഞ്ഞ JPHN പരീക്ഷയിൽ മാജിക് സൃഷ്ടിച്ച ഇതേ മാജിക് ഈ DME, DHS പരീക്ഷയിലും തുടരാനായിട്ട് കുട്ടികളുടെ അഭ്യർത്ഥന പ്രകാരം ഒരു JPHN അൾട്ടിമേറ്റ് ക്രാഷ് കോഴ്സ് ബാച്ച് നിങ്ങൾക്കായി അവതരിപ്പിക്കുകയാണ്. നിങ്ങൾക്കറിയാം 36 വയസ്സാണ് DME സ്റ്റാഫ് നേഴ്സ് PSC പരീക്ഷയുടെ ജനറലിന്റെ ഏജ് ലിമിറ്റ് എങ്കിലും JPHN പരീക്ഷയുടെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 41 വയസ്സാണ് ജനറൽ കാറ്റഗറിയുടെ. അതുകൊണ്ട് തന്നെ DME സ്റ്റാഫ് നേഴ്സ് PSC പരീക്ഷ എഴുതാൻ കഴിയുന്ന കുറേയധികം പേർക്ക് ഈ DHS, DME, JPHN പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ കഴിയും. തന്നെ ഓൾറെഡി റെയിൽവേ പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ചും അവർക്കും വലിയൊരു അവസരമാണ് ഈ JPHN, DMEയുടെയും DHSന്റെയും JPHN എക്സാം എന്ന് പറയുന്നത്. കാരണം വളരെ കുറഞ്ഞ സമയം കൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് കൃത്യമായ സിലബസ് അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നല്ല മാർക്ക് നേടി നല്ല ജോലികൾ മേടിക്കാൻ കഴിയുന്ന ഒരു അവസരം ഇപ്പൊ നിങ്ങൾക്കുണ്ട്. കാരണം DMEയും DHSും മാത്രമല്ല NCA വേക്കൻസീസും ഓരോ ജില്ലയുടെ വന്നിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പൊ തന്നെ 150ഓളം വേക്കൻസീസ് റിപ്പോർട്ടഡും ആയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ എക്സാം ലിസ്റ്റിലാണെങ്കിൽ 1600-ലധികം പോസ്റ്റിംഗ് നടന്നിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം DHSും DME PSC സ്റ്റാഫ് നേഴ്സ് PSC പരീക്ഷയും അത് കഴിഞ്ഞ് ഈ DHSന്റെയും DMEയുടെയും അതുപോലെ NCയുടെ JPHN വേക്കൻസി എല്ലാം കൂടി വരുമ്പോൾ നല്ല രീതിയിൽ പുറകിൽ നിന്നും ഒക്കെ JPHN ലിസ്റ്റ് അത്യാവശ്യം നല്ല രീതിയിൽ പോസ്റ്റിംഗ് നടക്കാൻ സാധ്യത. കാരണം കുറേയധികം NJDs നോട്ട് ജോയിനിങ് വരും. സോ അത് പുറകിൽ നിന്നുള്ള ഒത്തിരി പേർക്ക് നല്ല അവസരമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ JPHN ലിസ്റ്റിൽ നമ്മൾ ധാരാളം കുട്ടികൾ ജോലിയിൽ പ്രവേശിക്കുന്നുണ്ട് അല്ലെ. സോ അവരുടെ തന്നെ റെക്കമെൻഡേഷൻ പ്രകാരം അവരുടെ ഫ്രണ്ട്സ് ആണ് ഇത്രയധികം നമുക്ക് റിക്വസ്റ്റ് ചെയ്തത്. സോ അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി ഞങ്ങൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ജോയിൻ ചെയ്യുന്ന 100 പേർക്ക് മാത്രമായിരിക്കും ഈ JPHN ബാച്ചിലേക്ക് ഞങ്ങൾ അഡ്മിഷൻ കൊടുക്കുക. കാരണം നമുക്ക് വളരെ സമയം കുറവാണ് ഇനി. കാരണം ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ എക്സാം ഉണ്ടാകും. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് അതിന്റെ സിലബസ് അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ കഴിയും. കാരണം നമുക്ക് DME സ്റ്റാഫ് നേഴ്സ് PSC പരീക്ഷയ്ക്ക് പഠിക്കുന്നതിന്റെ ഒരു 50% പോലും നമുക്ക് ആവശ്യമില്ല അല്ലെ. കമ്മ്യൂണിറ്റിയും OBGയും കൃത്യമായ ടോപ്പിക്കുകൾ അനുസരിച്ച് കംപ്ലീറ്റ് സിലബസ് പഠിച്ചാൽ പോലും നമുക്ക് ഒരു 70 മാർക്കോളം വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഈ 2 സബ്ജക്ട്സുകൾ എന്നൊക്കെ പറയുന്നത് വളരെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകളാണ്. കാരണം നമ്മൾ കമ്മ്യൂണിറ്റി തന്നെ 2 സബ്ജക്ട്സ് ആയിട്ടാണ് പഠിപ്പിക്കുക അല്ലെ. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഒരു സബ്ജക്റ്റ് ആയിട്ടും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്റെ ഓരോ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകളും മറ്റൊരു സബ്ജക്ട്സ് ആയിട്ടുമാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ, ടോപ്പിക് വൈസ് ആയിട്ടുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യനുകളാണെങ്കിലും യൂണിറ്റ് ടെസ്റ്റുകളാണെങ്കിലും ഓരോ സബ്ജക്ട് എക്സാമുകളാണെങ്കിലും ഗ്രാൻഡ് ടെസ്റ്റുകളാണെങ്കിലും 2 സബ്ജക്ട്സിന് സെപ്പറേറ്റ് ആയിട്ട് 10 എക്സാം വെച്ചുണ്ട്. കൂടാതെ JPHN എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വളരെ കൃത്യമായ സിലബസ് അനുസരിച്ചിട്ട് ആ എക്സാമുകളെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് നമ്മുടെ ക്ലാസ് വരിക അല്ലെ. നിങ്ങൾക്കറിയാം ഓൾറെഡി ഞാൻ പറയാം അത് അൾട്ടിമേറ്റ് കോഴ്സ് ആണ് ഈ JPHN എക്സാമിനുണ്ട്. കാരണം ഇത് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് JPHN 2000 മുതലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ, 2000 മുതൽ ഓക്സിലറി നേഴ്സ് മിഡ്വേ ANMന്റെ നിങ്ങൾക്കറിയാം ഈ 2 സിലബസ് സെയിം ആണ്. സോ അതിന്റെ കംപ്ലീറ്റ് പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറുകൾ, മൂന്നാമത് NHM ക്വസ്റ്റ്യൻ പേപ്പറുകൾ, അതുപോലെ MBH മൾട്ടിപർപ്പസ് MBW മൾട്ടിപർപ്പസ് വർക്കർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, അതുപോലെ PHN പബ്ലിക് ഹെൽത്ത് നേഴ്സ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, അതുപോലെ തന്നെ നമ്മുടെ MLSP എക്സാം മാത്രമല്ല നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളിൽ MLSP എക്സാം എന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസറാണ്. അതിന്റെ 50%ഉം കമ്മ്യൂണിറ്റി തന്നെയാണ്. സോ ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസറിന്റെയും കംപ്ലീറ്റ് 20-ലധികം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളുണ്ട്. ഇതെല്ലാം ബേസ് ചെയ്തിട്ടാണ് കൃത്യമായ ഒരു അൾട്ടിമേറ്റ് പാക്കേജ് ആണ് ഈ JPHന്റെ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൃത്യമായിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാൻ കഴിയും. കാരണം വീണ്ടും ആവർത്തിക്കുന്ന DME സ്റ്റാഫ് നേഴ്സ് PSC പരീക്ഷയ്ക്ക് പഠിക്കുന്നതിന്റെ വളരെ കുറച്ച് കണ്ടന്റ് പഠിച്ചാൽ മതി അല്ലെ. വളരെ കുറച്ച് സബ്ജക്ട്സുകൾ പഠിച്ചാൽ മതി. അതിൽ കൃത്യമായ ടോപ്പിക്കുകൾ അറിഞ്ഞ് പഠിച്ചാൽ മതി. കൃത്യമായ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്ത് തന്നെ പഠിച്ചാൽ മതി. നിങ്ങൾ നന്നായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്. മാത്രമല്ല നിങ്ങൾക്ക് JHയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, ട്രീറ്റ്മെന്റ് ഓർഗനൈസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, പോർച്ചുഗീസ് എൻട്രൻസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ഇതെല്ലാം NHM എക്സാമുകൾ, മറ്റു സംസ്ഥാനങ്ങളിൽ NHM എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ബേസ് ചെയ്തിട്ടായിരിക്കും ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടെ ആയിരിക്കും നിങ്ങൾക്ക് ഈ JPHന്റെ കോഴ്സിൽ അവൈലബിൾ ആണ്. ഈ JPHന്റെ ഈ ഒരു കോഴ്സിന്റെ ഫീസ് ആയിട്ട് വരിക നിങ്ങൾക്ക് 6000 ആണ്. അത് നിങ്ങൾക്ക് 2 തവണയായിട്ട് 3000 വെച്ച് അടയ്ക്കാവുന്നതാണ്. സോ നമ്മുടെ ആദ്യ ക്ലാസ് ഇന്ന് രാത്രി 7 മണിക്ക് ഓറിയന്റേഷൻ ഫസ്റ്റ് ക്ലാസ് ഇന്നുണ്ടാകും. സോ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് നമ്മുടെ
കമ്പനിയിൽ തന്നെ നിങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അവരുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒക്കെ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ ഉണ്ടാകും. അതിനെ വിളിച്ച് ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. അതുപോലെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഒത്തിരി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളും മോഡൽ എക്സാമുകളും നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കുന്നതാണ്. നമ്മുടെ പുതിയ അപ്ഡേറ്റഡ് ആപ്പിൽ നിങ്ങൾ കംപ്ലീറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളും മോഡൽ ഗ്രാൻഡ് ടെസ്റ്റുകളും ഒക്കെ ഉണ്ട്. നാളെ നിങ്ങൾക്ക് ഫസ്റ്റ് ഓൾ കേരള ഫ്രീ ഗ്രാൻഡ് ടെസ്റ്റ് JPHന്റെ എക്സാം തന്നെ നടക്കുകയാണ്. സോ നിങ്ങൾക്ക് ആരെങ്കിലും ഇനി ജോയിൻ ചെയ്യാത്തിട്ടുണ്ട് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓറിയന്റേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സ്ആപ്പ് ഗ്രൂപ്പിലും കൂടി ജോയിൻ ചെയ്യാം. വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ JPHന്റെ ക്രാഷ് കോഴ്സ് ബാച്ചിനെ കുറിച്ച്, അൾട്ടിമേറ്റ് ക്രാഷ് കോഴ്സ് ബാച്ചിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു ക്രാഷ് കോഴ്സ് ബാച്ചിന്റെ പേര് തന്നെ JPHN PSC അൾട്ടിമേറ്റ് എന്നാണ് അല്ലെ. എന്തുകൊണ്ട് അൾട്ടിമേറ്റ് എന്ന പേര് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾ 2000-ന് ശേഷമുള്ള എല്ലാ JPHN എക്സാം ക്വസ്റ്റ്യൻ പേപ്പറുകൾ, എല്ലാ ANM എക്സാം ക്വസ്റ്റ്യൻ പേപ്പറുകൾ, എല്ലാ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസർ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറുകൾ, അതുപോലെ തന്നെ ANMന്റെ കേരള PSCയുടെ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലെ ANM ക്വസ്റ്റ്യൻ പേപ്പർ ഒരു 15-ലധികം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളുണ്ട്. അതിൽ മൾട്ടി പർപ്പസ് വർക്കർ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറുകൾ മറ്റു സംസ്ഥാനങ്ങളുടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ NHMന്റെ സ്റ്റാഫ് നേഴ്സ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറുകളും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ ഇതിനപ്പുറത്ത് നിന്നൊരു ക്വസ്റ്റ്യൻ വരാത്ത രീതിയിൽ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെയുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസറും സ്റ്റാഫ് നേഴ്സ് NHM സ്റ്റാഫ് നേഴ്സ് എക്സാമുകളും, അതുപോലെ തന്നെ MLSP എക്സാമുകൾ, അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് നേഴ്സിന്റെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറുകളും എല്ലാം ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പാക്കേജ് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് കോഴ്സ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഇതിനപ്പുറത്ത് ക്വസ്റ്റ്യൻ വരാത്ത രീതിയിൽ നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. സോ നന്നായിട്ട് പഠിക്കുക. ഇപ്പൊ കമ്മ്യൂണിറ്റി ആണെങ്കിലും OBC ആണെങ്കിലും നിങ്ങളുടെ കൂടെ എക്സാം എഴുതുന്ന എല്ലാം DME സ്റ്റാഫ് നേഴ്സ് PSC പ്രിപ്പയർ ചെയ്യുന്നവരാണ് അല്ലെ. സോ അതുകൊണ്ട് തന്നെ ബേസിക് ലെവൽ ഒരിക്കലും പഠിച്ചുകൊണ്ട് ഒരു JPHന്റെ കോച്ചിങ് ക്ലാസ് എന്ന രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കരുത് ദയവേത്. നിങ്ങൾ വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ ബേസിക് കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്താൽ അവിടെ വളരെ ഒരു അപകടം അവിടെ ഉണ്ട്. അതായത് DME സ്റ്റാഫ് നേഴ്സ് PSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ അതിന്റെ ഏറ്റവും എക്സ്ട്രീം ലെവലിലായിരിക്കും പഠിച്ചിട്ട് വരിക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളും ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ എല്ലാം അറ്റൻഡ് ചെയ്ത് നിങ്ങളും അതുപോലെ തന്നെ കംപ്ലീറ്റ് ടോപ്പിക്കുകളും കംപ്ലീറ്റ് പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വർക്ക്ഔട്ട് തന്നെ നിങ്ങൾ അറ്റൻഡ്. കാരണം അവരും എഴുതുന്ന ഹൈ ലെവൽ ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്കും എഴുതാൻ പറ്റണം. അല്ലാതെ ബേസിക് ലെവൽ മാത്രം പഠിച്ചാൽ സിമ്പിൾ ക്വസ്റ്റ്യൻ എല്ലാം നിങ്ങൾക്കും എഴുതാൻ പറ്റും, അവർക്കും എഴുതാൻ പറ്റും. പക്ഷേ കുറച്ച് ക്വസ്റ്റ്യനുകൾ ഹൈ ലെവൽ ക്വസ്റ്റ്യനുകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ എക്സാമിലെല്ലാം. അതൊക്കെ ആൻസർ ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് നമ്മളും ആ ഒരു ലെവലിൽ ഈ ഒന്ന് നന്നായിട്ട് പഠിച്ച് വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൃത്യമായി ആ ഓരോ സബ്ജക്ട്സിന്റെ ഓരോ ടോപ്പിക്കിന്റെയും അൾട്ടിമേറ്റ് ലെവലിൽ തന്നെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് അതിന്റെ എക്സ്ട്രീം ലെവലിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് ഈ JPHN PSC എക്സാമിൽ നല്ല രീതിയിൽ നല്ല റാങ്കിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കഴിയും. സോ നന്നായിട്ട് പഠിക്കുക. നമുക്ക് ക്ലാസ്സിൽ വരുന്നത് നമുക്ക് ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടാകും. നമ്മൾ ഓരോ കുഞ്ഞു ടോപ്പിക്കുകളായിട്ട് തിയറി ക്ലാസ് ഉണ്ടാകും. ഓരോ ടോപ്പിക് നമ്മൾ തിയറി ക്ലാസ് കഴിഞ്ഞാൽ അതിന്റെ നോട്ട് നിങ്ങൾക്ക് ആപ്പിൽ തന്നെ നമ്മുടെ നോട്ട്സ് ഫോൾഡറിൽ PDF ആയിട്ട് അവൈലബിൾ ആവും. അത് കഴിഞ്ഞ് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ഓരോ ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പോഴും അടുത്ത ഫോൾഡർ എന്ന് പറയുന്നത് നമുക്കറിയാം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണല്ലേ. തിയറി നോട്ട് കഴിഞ്ഞാൽ അടുത്ത റെക്കോർഡ് ക്ലാസ്, അടുത്ത ദിവസം തന്നെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അവൈലബിൾ ആകും. അത് കഴിഞ്ഞാൽ തിയറി നോട്ട് നിങ്ങൾക്ക് ആപ്പിൽ നോട്ട്സ് ഫോൾഡറിൽ PDF ആയിട്ട് അവൈലബിൾ ആകും. അത് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് നിങ്ങൾ ഈ പഠിച്ച ചോദ്യങ്ങൾ തന്നെയാണോ പ്രീവിയസ് എക്സാമുകൾക്ക് ചോദിച്ചിരിക്കുന്നതെന്ന് ഉറപ്പാക്കാനായിട്ട് ഓരോ ടോപ്പിക്കിനകത്തും ഓൾ ഇന്ത്യ എക്സാമുകൾ ചോദിച്ചുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യും. അതെല്ലാ എക്സാമുകളുടെയും ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഉണ്ടാവും. സോ ഓരോ കുഞ്ഞു ടോപ്പിക് കമ്മ്യൂണിറ്റിയുടെ ടോപ്പിക്കുകളായിട്ട് തന്നെ ഇപ്പൊ കൊടുത്തിട്ടുണ്ടോ എക്സാമ്പിൾ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസ്, ലെവൽസ് ഓഫ് പ്രിവെൻഷൻ, എപ്പിഡമിയോളജി, ഇമ്മ്യൂണിറ്റി, ഇമ്മ്യൂണോഗ്ലോബൽ, വാക്സിൻസ് ആൻഡ് കോൾഡ് ചെയിൻ, BCG വാക്സിൻ, ഓരോ വാക്സിനുകളെ കുറിച്ചുമുള്ള ക്വസ്റ്റ്യനുകൾ എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. സോ കംപ്ലീറ്റ് പ്രീവിയസ് ഓൾ ഇന്ത്യ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓരോ കുഞ്ഞു ടോപ്പിക്കായിട്ട് തന്നെ നിങ്ങൾക്ക് ആപ്പിലൂടെ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. നമ്മൾ ഈ പഠിച്ചത് തന്നെയാണോ എക്സാമിൽ ചോദിക്കുന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒന്ന് ഉറപ്പിക്കാൻ കഴിയും. അങ്ങനെ 2-3 ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിന് ഒരു യൂണിറ്റ് എന്ന് പറയുന്ന ഒരാഴ്ചയിൽ പഠിക്കുന്നത്. അതിനുശേഷം ആ യൂണിറ്റ് എക്സാം ഫോൾഡർ ഓപ്പൺ ചെയ്ത് ഓരോ യൂണിറ്റിന്റെ 25 ക്വസ്റ്റ്യൻസ് വരുന്ന യൂണിറ്റ് എക്സാംസ് അറ്റൻഡ് ചെയ്യണം. കാരണം അതിൽ ചില ടോപ്പിക്കുകൾ തന്നെ ഒരു യൂണിറ്റ് ആയിട്ട് തന്നെ വരും. വലിയ ടോപ്പിക്കുകൾ ഇപ്പൊ ഇമ്മ്യൂണിറ്റി, ഇമ്മ്യൂണോഗ്ലോബൽ ഒരു യൂണിറ്റ് ആണ്. ഡെമോഗ്രാഫി, ഫാമിലി പ്ലാനിങ്, MTP ആക്ട്, MCH ഒരു യൂണിറ്റ് ആണ്. കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസ്, ലെവൽസ് ഓഫ് പ്രിവെൻഷൻ, എപ്പിഡമിയോളജി ഒരു യൂണിറ്റ് ആണ്. നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് മാത്രമായിട്ട് ഒരു യൂണിറ്റ് ആണ്. ഒക്കുപേഷൻ ഹെൽത്ത്, കമ്മ്യൂണിക്കേഷൻ, ഹെൽത്ത് എഡ്യൂക്കേഷൻ ഒരു യൂണിറ്റ് ആണ്. വാക്സിൻസ് ആൻഡ് കോൾഡ് ചെയിൻ ഇതെല്ലാം 25 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് യൂണിറ്റ് എക്സാംസ് ഉണ്ട്. പിന്നെ ഒരു 10-15 യൂണിറ്റ് എക്സാം കംപ്ലീറ്റ് ആവുമ്പോൾ ഒരു സബ്ജക്ട് കംപ്ലീറ്റ് ആവും. ഒരു സബ്ജക്ട് കംപ്ലീറ്റ് ആയാൽ നിങ്ങൾ അടുത്ത് അറ്റൻഡ് ചെയ്യുന്നത്
സബ്ജക്ട് ഗ്രാൻഡ് ടെസ്റ്റ് ഫോൾഡറിൽ ഓരോ സബ്ജക്റ്റിനും 10 മോഡൽ എക്സാംസ് ഉണ്ടാവും. ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് 10 എക്സാം ഉണ്ടാകും, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനും 10 എക്സാം ഉണ്ടാവും. സോ നിങ്ങൾ ഓരോ മാസം റിവിഷൻ ചെയ്തിട്ട് വേണം മോഡൽ എക്സാമുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഇത് കൂടാതെ നിങ്ങൾക്ക് എല്ലാ മാസവും മോഡൽ പരീക്ഷ ഉണ്ടാകും. അതിന്റെ ഫസ്റ്റ് ഓൾ കേരള ഗ്രാൻഡ് ടെസ്റ്റ് നാളെ രാത്രി 9 മണിക്കാണ്. കൃത്യമായി JPHN സിലബസ് അനുസരിച്ചുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടുള്ള 100 പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യനിലായിരിക്കും അതിലുണ്ടാവുക. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ആപ്പിൽ കൂടെ ഫ്രീ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ കഴിയും. പിന്നെ ഇത് കൂടാതെ നിങ്ങൾക്ക് എല്ലാ ആഴ്ചയും 2 ഹോംവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞതുപോലെ ഒന്ന് കേരള എക്സാം ആയിരിക്കും, ഒന്ന് മറ്റ് സംസ്ഥാനങ്ങളിലെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. 2 ക്വസ്റ്റ്യൻ പേപ്പർ വീതം എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് ഹോംവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് ഉണ്ടാവും. അത് നിങ്ങൾക്ക് OMR എക്സാം ആയിട്ട് അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ സബ്ജക്ട് ഫയൽ പ്രിപ്പയർ ചെയ്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്ത് പഠിക്കാം. ഇത് കൂടാതെ നമ്മുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്ട്സിന്റെ ഓരോ ടോപ്പിക്കിനകത്തുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രം ബേസ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് മിനിറ്റ്സ് റിവിഷൻ, LMR, ക്വിക്ക് ബൂസ്റ്റർ പോയിന്റ്സ് അത് മാത്രം വായിച്ച് പഠിച്ചാലും ഏത് എക്സാമിന് ചോദിച്ചു എന്നുള്ളത് മാത്രം വൺ ലൈൻ ആയിട്ട് പഠിച്ചാലും നിങ്ങൾക്ക് ആ സബ്ജക്ട്സിന്റെ കംപ്ലീറ്റ് പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ചുള്ള പോയിന്റുകൾ LMR, ക്വിക്ക് ബൂസ്റ്റർ പോയിന്റ് ആയിട്ട് നമ്മുടെ ആപ്പിൽ കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആവും. സോ ഇനി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ, കാരണം അത്രയും അവസരങ്ങളാണ്. DME സ്റ്റാഫ് നേഴ്സ് DHSന്റെ ഓൾറെഡി റാങ്ക് ലിസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. DME എക്സാം നടക്കാൻ പോകുന്നു. അത് കഴിഞ്ഞ് JPHN DME, അത് കഴിഞ്ഞ് JPHN DHS എക്സാം, അത് കഴിഞ്ഞാൽ NCA വേക്കൻസീസ് JPHN. സോ ഇത്രയും ഒരേ ആൾക്കാർ ഒരുപോലെ മത്സരിക്കുന്ന 4-5 റാങ്ക് ലിസ്റ്റുകളാണ് അല്ലെ. സോ ഒന്നല്ലെങ്കിൽ അടുത്തതിൽ ഇങ്ങനെ അവസരങ്ങളാണ്. സോ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് JPHN ഞാൻ പറഞ്ഞതുപോലെ ഒരേ ആൾക്കാർ തന്നെ 4 റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നാലും 50% പേര്, പക്ഷെ അവരൊക്കെ എടുക്കുന്ന ഏതായിരിക്കും, സ്റ്റാഫ് നേഴ്സിന്റെ DHS DME ഒക്കെ ആയിരിക്കും കൂടുതൽ സെലക്ട് ചെയ്യുക. സോ അങ്ങനെ വരുമ്പോൾ JPHN എക്സാമിൽ ഒത്തിരി പേർക്ക് താഴത്തെ റാങ്കിൽ നിന്ന് തന്നെ ജോലി കിട്ടുമെന്നുള്ളത് 100% ഉറപ്പാണ്. അതിനൊരു ഡൗട്ടും ആർക്കും വേണ്ട. ഈ പറഞ്ഞ DHS പോലെ അത്യാവശ്യം സ്റ്റാഫ് നേഴ്സ് പോസ്റ്റിംഗ് പോലെ തന്നെ നടക്കുന്ന എക്സാമാണ് JPHന്റെ DHS എക്സാം എന്ന് പറയുന്നത്. കഴിഞ്ഞ 1650 പോസ്റ്റിംഗ് നടന്നിട്ടുണ്ട്. അറിയും അത് കുറച്ച് കേസൊക്കെ ആയിട്ട് നടന്നതാണ്. എങ്കിലും നമ്മുടെ സ്റ്റാഫ് നേഴ്സ് എക്സാമിൽ അത്യാവശ്യം പോസ്റ്റിംഗ് നടക്കുന്ന പോസ്റ്റ് തന്നെയാണ് JPHN എക്സാം എന്ന് പറയുന്നത്. ഈ 3-4 എക്സാം കൂടി ഒരുമിച്ച് വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള അവസരങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സോ ഒന്ന് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. സോ അപ്പം ഇന്ന് മുതൽ നമുക്ക് ക്ലാസ് ആരംഭിക്കുകയാണ്. ഇന്ന് രാത്രി 7:30ക്കാണ് ആദ്യത്തെ ഓറിയന്റേഷൻ ക്ലാസ് വരുന്നത്. സോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുക. നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ, പുതിയ നമ്മുടെ നെഴ്സസ് സക്സസ് മാജിക് ഇതിന്റെ പുതിയ ആപ്പ് റീലോഞ്ച് ആയിട്ടുണ്ട്. സോ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. സോ ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ പഴയ അത് ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്തു അതിന്റെ കണ്ടന്റുകളെല്ലാം ഒന്ന് മനസ്സിലാക്കുക. ഞാൻ എപ്പോഴും പറയുന്നത് DME സ്റ്റാഫ് നേഴ്സ് PSC എക്സാമിന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിൽ ഇനിയും ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പഠിച്ചു തുടങ്ങുക. നമ്മുടെ ആപ്ലിക്കേഷനിൽ ഒരു 50% നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയാൽ ഉറപ്പായിട്ടും ആദ്യ റാങ്കിൽ നിങ്ങൾക്ക് എത്താൻ കഴിയുന്നുള്ള ഒരു ഡൗട്ടും വേണ്ട. കാരണം അത്രയും നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പുതിയ ആപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ എല്ലാവരും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. അവരുടെ ഫ്രീ എക്സാമുകളും ക്ലാസ്സുകളും ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. സോ ഇനിയും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എത്രയും വേഗം ജോയിൻ ചെയ്ത് പഠിക്കുക. സോ ഈ വർഷം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്ന വർഷമായിട്ട് മാറട്ടെ. സോ അതിന് ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഒരു ഭാഗമാകാൻ കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്.